ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പിയല്ലേ? കുറേ നാളായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ ഫൈനലി ഇന്നങ്ങ് ഷൂട്ട് ചെയ്തു. ഇന്നലെ സാറ്റർഡേ നമ്മൾ വെതർ എങ്ങനെയുണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും സൺഡേ നല്ല അടിപൊളി സണ്ണി വെതറാന്ന് കാണിച്ചു. അപ്പം തന്നെ പുറത്തേക്ക് പോകാമെന്ന് ഓർത്തു. അങ്ങനെ രാവിലെ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴേക്കും ഒരു ഉച്ചേ മുക്കാലൊക്കെയായി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നേരെ നമ്മൾ ടെറസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടായിരുന്നു പോയിരുന്നത്. വീട്ടിൽ നിന്ന് 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അവിടെ നേരെ നമ്മളൊരു മോളിലോട്ടാണ് പോയത്. മോളിൻ്റെ പേര് സ്കീന മോൾ. അവിടുന്ന് ഫസ്റ്റ് നമ്മൾ വിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിലോട്ടാണ് പോയത്. അവിടെ നമുക്കൊരു റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. റിട്ടേണൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയാമല്ലോ, നമുക്കിങ്ങനെ ഒരു സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഒന്ന് നോക്കാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ദേ ഇരിക്കുന്നു, കുറേ നാളായിട്ട് നോക്കിയിരിക്കുന്ന ഷൂ. അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അങ്ങനെ എല്ലാവർക്കും 3 പേർക്കും ഓരോ ഷൂ ഒക്കെ മേടിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ട് ചെക്കൗട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായി. കാരണം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കായിരുന്നു ഇറങ്ങിയിരുന്നത്. ബ്രഞ്ച് കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും വിശപ്പായി. അങ്ങനെ നമ്മൾ ഇന്ത്യൻ വേണോ വേറെ ഏതെങ്കിലും ക്യുസീൻ വേണോ എന്നൊക്കെ കുറേ നേരത്തെ ഡിബേറ്റിന് ശേഷം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് അവർ ഭയങ്കര തിരക്കാണ്, ഒരു 45 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഗെയിമൊക്കെ കളിച്ചിരുന്നു. ഫൈനലി അവർ ചായ കൊണ്ടുവന്നേ, മസാല ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കൊണ്ടുവന്ന ടീ പോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ലൊരു ബ്രാസ് ലുക്കിംഗ് ടീ പോട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചായ അത്യാവശ്യം നല്ലതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ വന്നു. പക്ഷേ ഫുഡിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോയും ഒന്നും എടുത്തില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒന്നുമില്ല. ഫുഡൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്റ്റഫ്ഡപ്പായി. അപ്പം കഴിച്ച ഫുഡൊന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോകുമെന്ന് ഓർത്തിരുന്നപ്പോൾ നമ്മൾ സമ്മറിൽ സ്ഥിരം പോകാറുള്ളൊരു ക്രീക്കുണ്ട് അടുത്ത്, ക്ലിയാൻസ ക്രീക്ക് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ക്ലിയാൻസയിലോട്ട് വെച്ച് പിടിച്ചു. ക്ലിയാൻസ എന്ന് പറയുന്നത് ഒരു ക്യാമ്പ് സൈറ്റാണ് ശരിക്കും. അന്ന് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ക്യാമ്പ് സൈറ്റ് ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. അവിടെ എല്ലാം കംപ്ലീറ്റ്ലി ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് സൈറ്റൊക്കെ കഴിഞ്ഞു ക്രീക്കിൻ്റെ അടുത്തേക്ക് നടന്നു. ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ നേച്ചർ വീഡിയോ ഒക്കെ എടുത്തു. അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ടായിരുന്നു. അത് വാൾമാർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വാൾമാർട്ടിലോട്ട് പോയി. സമ്മറൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവിടെ വാൾമാർട്ടിൽ ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു സ്പോട്ടും കൂടെ ഓപ്പൺ ചെയ്യും. അവിടെയാണ് നമുക്കിങ്ങനെ ഫ്ലവേഴ്സ്, എന്താ പറയുന്നത്, ഫ്രൂട്ട്സ്, അങ്ങനെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഇത് നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പോയി എനിക്കിഷ്ടപ്പെട്ട 2 ഫ്ലവേഴ്സ് പിക്ക് ചെയ്തു. കുറേ നേരം ഇങ്ങനെ അത് കൊണ്ട് നടന്നപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് അതിൽ ഇലയൊക്കെ കുറച്ച് റോട്ടഡായിരുന്നു. അങ്ങനെ ഞാനതങ്ങ് തിരിച്ചു വെച്ചു. കാരണം അത് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ പുഷ്ടിപ്പെടുത്തി എടുക്കാനുള്ള കഴിവ് എനിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് ഞാനങ്ങ് തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും വന്ന് നോക്കിയപ്പോഴത്തേക്കും നേരെ നമ്മൾ വരുന്നത് പാരിയോ സെൻറ്ററിലോട്ടാണ്. പാരിയോ സെൻറ്ററിലോട്ട് വന്നപ്പോഴത്തേക്കും അടിപൊളി ഒരു സ്വിങ് ഇരിക്കുന്നു. അങ്ങനെ ഞാനും മോളും കുറച്ച് നേരം അതിലൊക്കെ ഇരുന്നൊന്ന് ആടി. അതായിരുന്നു ഞങ്ങളുടെ വാൾമാർട്ടിലെ കുറച്ച് വിശേഷങ്ങൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവറാണ്. സോ ഡെഫിനറ്റ്ലി കുറേ മിസ്റ്റേക്സും ലാഗും ഇടയ്ക്കൂട്ടുള്ള ആയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താ പറയുന്നത്, റെക്ടിഫൈ ചെയ്ത് അടുത്തത് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.